എനിക്ക് പറയാനുള്ളൊരു കാര്യം കേട്ടോ, ഈ ഇൻ്റർവ്യൂ എടുക്കാൻ പോണവരടുത്താണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. രേണു സുധി, ജാസി, പിന്നെന്തൊട്ടാണ് ഈ കണ്ണനെ വരച്ച ജസില, പിന്നെ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഈ വേണ്ടാത്ത ചവറുകൾ, ഈ വേണ്ടാത്ത ചവറുകളെല്ലാം നമ്മളെ ഇൻ്റർവ്യൂ എടുത്തിട്ടും നമ്മളെ യൂട്യൂബിൽ അവരിനെ പറ്റി തന്നെ സംസാരിച്ചിട്ട് ഞാനും സംസാരിക്കാറുണ്ട് അവരിനെ പറ്റിയിട്ട്. സംസാരിച്ചിട്ടും അവരങ്ങ് കയറി വലിയ ആൾക്കാർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിനെ ഓർത്ത് പട്ടിണി പാവങ്ങളിനെ, അതുമാതിരി സെലിബ്രിറ്റിനെ, അതുമാതിരി ഒരുപാട് നല്ല നല്ല ആൾക്കാരുണ്ട്. ഈ യൂട്യൂബിൽ തന്നെ ഒരുപാട് നല്ല നല്ല ആൾക്കാരുണ്ട്. അവരിനെ പോയിട്ട് ഇൻ്റർവ്യൂ എടുക്കണേ. ഇനി ഇങ്ങനത്തെയുള്ള ലോക്കൽ ക്ലാസ്സുകാരനെ ഇൻ്റർവ്യൂ എടുത്തിട്ട് അവരിനെ ഹൈ ലെവലിലേക്ക് എത്തിക്കണ്ട. ഓക്കെ, ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാരിനെ കൊണ്ടാണ് പറയാനുള്ളത്. ഇത് അവർ തൂറാൻ പോകുമ്പോൾ, കുളിക്കുമ്പോൾ, എയർപോർട്ടിലേക്ക് പോകുമ്പോൾ, പിന്നെ ബസ് കയറാൻ പോകുമ്പോൾ, കാറിൽ കയറാൻ, ഈ രേണു സുധി കിടന്നുറങ്ങുന്നത് വരെ ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാരാണ്. ആ ജാസി ആണെങ്കിൽ വയറ്റിലില്ലാത്തതിനെ എനിക്ക് വയറ്റിലാണ് ഈ പറഞ്ഞിട്ട് കുറേ നടന്നു. അവൻ്റെ മുറിക്കാത്തതിനെ മുറിച്ചു എന്നൊക്കെ. ഇത് മുറിച്ചാലും അവനൊരിക്കലും പ്രസവിക്കാൻ പറ്റില്ല. ഈ ഗർഭപാത്രം പറയുന്നത് നമ്മൾ ചെടിയോ റോസ് ചെടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെടി നട്ടുപിടിപ്പിക്കുന്ന പോലെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയതല്ല അത് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് രേണു സുധി എന്ന് പറയുന്നത് ഇതെന്നാളെ ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ കേട്ടാണ്. ഞാൻ 18 വർഷം എൻ്റെ പാസ്പോർട്ട് ഇതിപ്പോഴും ഇരിക്കുകയാണ്. പോകാൻ പറ്റിയ പാസ്പോർട്ടാണ് ഇരിക്കുന്നത്. ലോകത്തെ എപ്പോഴത്തെ വേണമെങ്കിലും എനിക്ക് പോകാൻ പറ്റിയൊരു പാസ്പോർട്ട്. അവൾ പറയണേ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അവൾക്ക് കക്കൂസി പോവില്ല അത്ര അവിടുത്തെ. കാരണം അവൾക്ക് പറ്റൂല എന്ന്. ഇപ്പോൾ ഷൂട്ടിങ്ങിന് പോയാൽ അവൾ പോവില്ല അത്ര. പ്ലെയിനിൽ പോയാൽ, പിന്നെ അതുമാതിരി ട്രെയിനിൽ പോയാൽ എവിടെ അവൾ കക്കൂസി പോവില്ല. പിടിച്ച് വെച്ചിട്ട് വരും. അവൾ തള്ളമാതിരിമാതിരി പാമ്പേഴ്സ് ഇടുന്നുണ്ടാവും. അല്ലാണ്ട് ഇത്രയും മണിക്കൂർ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അവൾ പാമ്പേഴ്സ് ഇട്ടിട്ടാണ് ഈ എല്ലാ സ്ഥലത്തേക്കും പോകണത്. ഇപ്പോൾ സിനിമ ഷൂട്ടിങ്ങിന് പോവുകയാണെങ്കിൽ പാമ്പേഴ്സ് ഇട്ടിട്ടാണ് അവൾ പോവുക. അപ്പോൾ വരുന്നവരെ തൂറും വേണ്ട, മൂത്രമൊഴിക്കും വേണ്ട, ഒക്കെ അതിൽ തന്നെ നമുക്ക് സാധിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് അവൾ വീട്ടിൽ വന്നിട്ട് ആ പാമ്പേഴ്സ് അഴിച്ച് കളയും. അങ്ങനെയാണ് അവൾ. മനസ്സിലായില്ലേ? അപ്പോൾ ദൈവത്തിനെ ഓർത്തിട്ട് ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ പോയിട്ട് ഇൻ്റർവ്യൂ എടുക്കരുത്. പിന്നെ ഈ ജസില എന്ന് പറയുന്ന പെണ്ണാണെങ്കിൽ അരുണേട്ടൻ്റെ കൂടെ ഇരിക്കുകയാണ്. അവളുടെ ആങ്ങളയാണത്, കസിൻ ബ്രദറാണത്. മനസ്സിലായില്ലേ? കെട്ടിയവൻ അറിയിച്ചല്ല, ഉള്ള കസിൻ ബ്രദറാണ് ആങ്ങള ജസിലയുടെ. മനസ്സിലായില്ലേ? കുറേ സാധനങ്ങളൊക്കെ കൊണ്ട് എനിക്കൊന്നും ഇല്ല, അരുണേട്ടനും മക്കൾക്കും മാത്രമേ ഉള്ളൂ ഒരു അരുണേട്ടൻ വന്നിരിക്കുന്നു. അപ്പോൾ ഇതുകളിൽ ദൈവത്തിനെ ഓർത്തിട്ട് പോയിട്ട് ഇൻ്റർവ്യൂ എടുക്കരുത് പ്ലീസ്. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം ഇതുകളിലൊക്കെ പോയിട്ട് ഇൻ്റർവ്യൂ എടുക്കണതേ. എന്താണ് ഇത്ര അവരുടെ ഇൻ്റർവ്യൂ എടുക്കാനുള്ളത്? രേണു സുധി ആരാണ്? മറ്റേ അവൻ്റെ കൊല്ലം സുധിയുടെ ഭാര്യ. അങ്ങനെയല്ല അറിയത്തുള്ളൂ. ഇപ്പോൾ അവളങ്ങ് കയറി കത്തി ആയിക്കോട്ടെ. പക്ഷേ ഈ പോണടുത്തൊക്കെ നിങ്ങൾ എന്തിനാ മൈക്കും തൂക്കി പിടിച്ചിട്ട് ക്യാമറയും കൊണ്ട് പോണത്? അതാണ് ഞാൻ പറയുന്നത്. എത്രയോ ആൾക്കാരുണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവരുടെ പിന്നാലെ പോകൂ. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഓക്കെ.